ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷംനാസ് കിച്ചൺ. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് നന്നായിട്ട് പഴുത്ത പഴവും അതുപോലെ തന്നെ മുട്ടയൊക്കെ വെച്ചിട്ട് നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു ചോക്ലേറ്റ് ബനാന കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പഴമൊക്കെ ഓവറായിട്ട് പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട. ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കി നമ്മളെ മക്കൾക്ക് തന്നെ കൊടുത്താൽ നല്ല സൂപ്പറായിട്ട് കഴിച്ചോളും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ബനാന കേക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നത് മിക്സി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ആ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ഓരോന്നും ചേർത്തെടുക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 3 മുട്ട വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. 3 പഴവുമാണ് എടുത്തത്. അപ്പോൾ 3 മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഴമാണ്. നമ്മൾ ഈ 3 പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. ഈ പഴം അത്യാവശ്യം നല്ലോണം പഴുത്തിട്ടുണ്ട്. ഈ 3 പഴവും ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഈ പഴമെല്ലാം നന്നായിട്ട് അരിഞ്ഞ് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം. അപ്പോൾ അതുവരെ അടിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ 1/4 കപ്പ് അളവിലാണ് സൺഫ്ലവർ ഓയിൽ എടുത്തത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ അളവിലാണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ലൈറ്റ് കളർ കൊക്കോ പൗഡറാണ്. അപ്പോൾ ഡാർക്ക് കളർ എടുത്താൽ ഒന്നുകൂടി കളർ കൂടും. ഇതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. 1 മിനിറ്റ് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ മുട്ടൻ്റെ കൂട്ടുവിട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ എല്ലാ കേക്കിനും ചെയ്യുന്ന പോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ 1 കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഈ ഉപ്പും ഒക്കെ ഈ മൈദയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സാക്കിയിട്ട് നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതേപോലെ സ്പാച്ചില ടീസ്പൂൺ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ച് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഇട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഒരു പ്രാവശ്യം തന്നെ മൊത്തത്തിൽ അങ്ങ് ഇട്ടിട്ട് മിക്സാക്കാതെ. അപ്പോൾ ഇതിൻ്റെ ഈ ഫ്ലഫിനെസ് നഷ്ടപ്പെടാതെ നോക്കണേ. അപ്പോൾ അതാ നമ്മുടെ ഈ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരിവാണ് വേണ്ടത്. അപ്പോൾ ഓവറായിട്ട് തിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു 2 ടീസ്പൂണ് മിൽക്കൊക്കെ ഒഴിച്ചിട്ട് ഈ ഒരു ലൂസിലാക്കി എടുക്കാം കേട്ടോ. ഇനി ഞാനിതാ ഇത് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നത് ഈ ഒരു ടിന്നിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മോൾഡ് വേണമെങ്കിലും എടുക്കാം. ഇനി മോൾഡ് ഇല്ലാതെ തന്നെ നേരിട്ട് പാനിൽ വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഈ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ബട്ടർ പേപ്പറും ചെറുതായിട്ടൊന്ന് വെച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ആ ഒരു ബ്രഷുമ്മലുള്ള ഓയിൽ ഇതിൻ്റെ മുകളിലും പുരട്ടി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ബാറ്റർ നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ നമ്മുടെ ബാറ്റർ വേണ്ടത്. അപ്പോൾ ബാറ്റർ മൊത്തം ഈ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2-3 പ്രാവശ്യമായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ മുകളിൽ നമ്മുടെ ചോക്ലേറ്റ് ചിപ്സ് ഇല്ലേ, ഡാർക്ക് കളർ ചോക്ലേറ്റ് ചിപ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഴത്തിൻ്റെ പീസ് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റവ് ടോപ്പിൽ ഇങ്ങനെ ഒരു ചെമ്പെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലൊരു തട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ബേക്കിംഗ് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ അടുപ്പ് വെച്ചിട്ട് അടിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതിൻ്റെ മുകളിലൊരു വെയിറ്റ് കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 45 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ചെറിയ തീയിലാക്കി വെച്ചിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം 45-50 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുക്കായിനോ എന്നൊരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു ഈർക്കിളോ എന്തെങ്കിലും വെച്ചിട്ട് കുത്തി നോക്കാം.
ഇപ്പോൾ നല്ല ക്ലിയറായി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഇതിൽ നിന്നും പുറത്തേക്ക് മാറ്റാം. അപ്പോൾ ദാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബനാന ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചോക്കോ ചിപ്സ് മെൽറ്റായി കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അത് ഇടയിലൊക്കെ ഇട്ടുകൊടുത്താൽ നല്ല ഭംഗിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ചുള്ളായിരുന്നു, അപ്പോൾ മിക്സാക്കിയിട്ടൊന്നും കൊടുത്തിട്ടില്ല, മുകളിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നേരെ ഈ ചൂടോടെ തന്നെ നമുക്ക് ഇതിൽ നിന്നും മാറ്റാവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഇനിയും കിടക്കുമ്പോൾ ഹാർഡായി പോവും. ഇപ്പോൾ നല്ല സോഫ്റ്റാണ്, ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ സോഫ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ നേരെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ചൂടോടെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ചൂടോടെ ഒരിക്കലും കട്ട് ചെയ്യരുതേ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് കട്ട് ചെയ്തെടുക്കാനൊക്കെ. ചൂടോടെ ഒരിക്കലും കട്ട് ചെയ്യരുത് കേട്ടോ, നമ്മൾ പഴമൊക്കെ ചേർത്തതല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് നല്ല ചൂടോടെയാണ് കട്ട് ചെയ്തത്. അപ്പോൾ ആവി പറക്കുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ചൂടോടെ കമത്തിയിട്ടത് തിരിച്ചിട്ടിട്ടാണ് ഇതിൻ്റെ മുകളിലത്തെ ഇതൊക്കെ പോയത് കേട്ടോ. കളർ ചേഞ്ച് കണ്ടില്ലേ മുകൾ ഭാഗത്ത്, അതൊക്കെ ചൂടോടെ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് മക്കൾക്കൊക്കെ ഇങ്ങനെ കണ്ടാൽ ഒരു ക്ഷമ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ നല്ല സൂപ്പർ സോഫ്റ്റ് കേക്കാണ് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. അപ്പോൾ വീട്ടിൽ ഇങ്ങനെ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴമൊക്കെ ഉണ്ട്, കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ താഴെ പോയിട്ട് ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അങ്ങനെയാകുമ്പോൾ പുതിയ പുതിയ വീഡിയോസുകളിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.